Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് +2 അക്കൗണ്ടൻസി എല്ലാ ഇയറും റിപ്പീറ്റഡായിട്ട് ചോദിച്ചു കണ്ടുവരുന്ന 100% ഷുവർ ആയിട്ടുള്ള 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ പാർട്ട് 2 വീഡിയോ ആണ്. സോ പാർട്ട് 1 വീഡിയോ കാണാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും അതും കൂടെ കാണാനായിട്ട് ശ്രമിക്കണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാച്ചിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി ആർക്കെങ്കിലും ചേരാൻ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യണം. കോൺടാക്റ്റ് നമ്പർ കൂടെ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 7012787895. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തന്നെ ഓൾറെഡി ഒരു പാർട്ട് 1 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു വീഡിയോ കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. 2 മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ്. നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ് ചെയ്യുന്ന സമയത്ത് 2 മെത്തേഡാണ് നമുക്ക് ചെയ്യാനായിട്ട് വരുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്താണ്, അതിൻ്റെ ഫോർമാറ്റൊക്കെ നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സെക്കൻഡ് മെത്തേഡായ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ്. സോ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട്. സോ നമ്മൾ എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട്, എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയാണ് കറണ്ട് അക്കൗണ്ട് ചെയ്യുക എന്നതാണ് നോക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഇവിടെ ജസ്റ്റ് കൊടുക്കുന്നുണ്ട്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ആദ്യത്തെ അക്കൗണ്ടാണ് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. സെയിം ഫോർമാറ്റാണ്, പർട്ടിക്കുലാർസ് എമൗണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോർമലി അറിയാമല്ലോ, ഇത് ഡെബിറ്റ് സൈഡും ഇത് ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ, അതായത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയണം, ക്യാപിറ്റലായിട്ട് റിലേറ്റ് ചെയ്ത തിങ്സ് മാത്രമേ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതാനായിട്ട് സാധിക്കുള്ളൂ. സോ എന്തൊക്കെയാണ് വരുന്നത്? ബാങ്ക് വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. അതേ സ്ഥാനത്ത് ഇവിടെയാണ് ബാങ്ക് ബാലൻസ് ബ്രോ ഡൗൺ, ബാങ്ക് അഡീഷണൽ ക്യാപിറ്റൽ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം എഴുതി കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക? ടാലി ചെയ്യുക. ബാലൻസ് ക്യാരി ഡൗൺ നമ്മൾ ഡെബിറ്റ് സൈഡ് എഴുതി കൊടുക്കുക. ക്യാപിറ്റലായി ബന്ധപ്പെട്ട കാര്യം മാത്രമേ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമ്മുടെ സെക്കൻഡ് അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. സോ കറണ്ട് അക്കൗണ്ട് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ഓക്കെ, അതായത് നമ്മൾ 4 ബോക്സ് എഗെയിൻ വരച്ചു കൊടുക്കാം. പർട്ടിക്കുലാർസ് എമൗണ്ട്. നമ്മൾ ഓൾറെഡി ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്യാപിറ്റലൊക്കെ നമ്മൾ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളാണ് നമ്മൾ കറണ്ട് അക്കൗണ്ടിൽ എഴുതേണ്ടത്. ഓക്കെ, അതെന്തൊക്കെയാണ്? ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ലോസ് ആണെങ്കിൽ ഈ ഒരു സൈഡ് എഴുതി കൊടുക്കുക. ദെൻ ഇവിടെ ആണെങ്കിൽ സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് എഴുതി കൊടുക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതും എഴുതി കൊടുക്കുക. ഇവിടെ പ്രോഫിറ്റ് ആണെങ്കിൽ എഴുതണം, ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡും എഴുതണം. ദെൻ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എമൗണ്ട് ഇടുക, ടാലി ചെയ്യുക. വളരെ ചെറിയ പ്രോസസ്സാണ്. അത് മാത്രമല്ല, നിങ്ങളിത് രണ്ടും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് 6 മാർക്ക് കൺഫേം ചെയ്യാൻ കൂടെ സാധിക്കും. സോ ഫോർമാറ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അഥവാ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്ത് തെറ്റും എന്നുള്ള ഉറപ്പുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതങ്ങനെ ഫോർമാറ്റ് പഠിച്ച് വിത്ത് ഇതിനകത്ത് എന്തൊക്കെയാണോ ഉള്ളത് അതും കൂടെ നന്നായിട്ട് പഠിക്കാൻ കൂടെ ശ്രമിക്കണം. ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കൃത്യമായി ലഭിക്കാനായി ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.